ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചിരുന്നു ഞാൻ ഒബ്സഷൻ എന്നുള്ള ഒരു മൂവി കാണാൻ പോയ കാര്യം അല്ലേ. അപ്പോൾ അതൊരു ഹൊറർ മൂവിയാണ്. എനിക്ക് ഹൊറർ മൂവീസ് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനത് നന്നായി എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണത്. അപ്പോൾ ആ മൂവി കണ്ടു കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് തിരിച്ചു വരുന്ന വഴി നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഭർത്താക്കന്മാരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മടി കാണിക്കുന്നവർ. നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ പലരും ഉണ്ടെന്നുള്ളതാണ്. പല ഡോക്ടേഴ്സും 8 o'clock 9 o'clock ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചിലരൊക്കെ പാർക്കിംഗ് ലോട്ടിൽ വെറുതെ കാറിലിരിക്കുക, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഷോപ്പിങ്ങിനൊക്കെ പോയി കറങ്ങി നടന്നിട്ട് വീട്ടിൽ വൈഫ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരൊക്കെ കറങ്ങി നടന്നിട്ട് വളരെ ലേറ്റായിട്ട് വീട്ടിലെത്തിച്ചേരുക എന്നൊക്കെ ഉള്ളവരുണ്ടല്ലേ. പക്ഷേ നമുക്കത് വീട്ടിലേക്ക് തിരിച്ച് ചെല്ലാനായിട്ട് എക്സൈറ്റഡ് ആവേണ്ടതാണ് അല്ലേ. ഉള്ള നേരത്തെ വീട്ടിലെത്തണം എന്ന് തോന്നേണ്ടതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്വർഗം അല്ലേ. നമുക്ക് ഏറ്റവും ആ സന്തോഷവും സമാധാനവും ആ ലവും കംഫർട്ടൊക്കെ തോന്നേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടാണ്. അങ്ങോട്ട് ഓടി എത്തിച്ചേരാൻ നമ്മൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം കാണും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പല ഭാര്യമാരും ഹസ്ബൻഡ് വരുന്ന സമയമാകുമ്പോഴേക്കും ഹസ്ബൻഡ് വരാറായല്ലോ എന്നുള്ളൊരു ഭീതി അവർക്ക് വല്ലാത്തൊരു വേവലാതിയാണ്. അവർ അപ്സെറ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആവേണ്ട കാര്യമില്ല അല്ലേ. നമ്മുടെ പാർട്ട്ണർ എത്താൻ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്, നമ്മളതിൽ എക്സൈറ്റഡ് ആവേണ്ടതാണ്. അതിന് പകരം ഹസ്ബൻഡ് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് വിഷമമാണ് നമ്മുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ റിലേഷൻഷിപ്പിൽ അല്ലേ. അപ്പോൾ എന്താണ് എന്ന് ചിന്തിക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ആ പ്രശ്നത്തിന് കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരൻ. ഇപ്പോൾ വൈഫാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചിലപ്പോൾ ഒരു സമാധാനം കൊടുക്കാത്ത സ്ത്രീയാണ്, എപ്പോഴും ആർഗ്യൂ ചെയ്യുക, പരാതികൾ പറയുക. അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ വരുന്നത് അരിശത്തോടു കൂടിയായിരിക്കും. ഹസ്ബൻഡിൻ്റെ മുഖത്തൊരു സന്തോഷവും കാണില്ല. അപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും അതിന് കാരണക്കാരി. അപ്പോൾ സ്വയം ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ ഭാര്യയെ വഴക്ക് പറഞ്ഞുകൊണ്ടാണോ കയറി ചെല്ലാറ്? അതുപോലെ തന്നെ എപ്പോഴും ഭാര്യയെക്കുറിച്ച് പരാതിയാണോ? നിങ്ങൾ എപ്പോഴും അരിശപ്പെടാറുണ്ടോ എന്നുള്ളത് ഒക്കെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണോ എന്ന് ആദ്യം ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ ആ മാറ്റം വരുത്തുക. ചിലപ്പോൾ ആ സംസാര രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. പിന്നെ നിങ്ങൾ സംസാരിക്കുക, തമ്മിൽ സംസാരിക്കുക, സംസാരിച്ച് പരിഹാരം കാണുക. എന്താണ് ഈ പ്രശ്നം എന്ന്. എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലും അങ്ങനെ കാണേണ്ടതല്ല. നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ട് തരേണ്ട ആളാണ്. ഭർത്താവിൻ്റെയോ ഭാര്യയുടെ സാമീപ്യം വളരെ എൻജോയ് ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് പരിഹാരം കാണാൻ നോക്കുക. അതിന് പരിഹാരം ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒന്നിച്ച് ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും മലയാളീസ്, ഇപ്പം എൻ്റെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറിയില്ലാത്ത ഒരു വ്യക്തിയെ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ടാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്ത് നാട്ടുകാർ പറയും എന്നോർത്താണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി കല്യാണം കഴിച്ചു. പിന്നെയുള്ള ജീവിതവും നാട്ടുകാർക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും ആന്ന് പറഞ്ഞ് നമ്മളൊരു റൂംമേറ്റ്സ് ആയിട്ട് അങ്ങനെ ജീവിച്ചാൽ പോരല്ലോ എന്നും വഴക്ക് കൂടി. അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി ഇനിയുള്ള ജീവിതവും കളയണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ വിലപ്പെട്ട ജീവിതം ഇങ്ങനെ നമ്മൾ സന്തോഷമില്ലാതെ ജീവിച്ച് തീർക്കേണ്ടതാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഞാനിന്ന് ഇത് സാരിയല്ല കേട്ടോ, ഇത് സാരി ബ്ലൗസാണ്. ഒരു 10-15 വർഷം മുമ്പ് ഞാൻ ശീമാട്ടിയിൽ നിന്ന് മേടിച്ച ഒരു സ്റ്റിച്ച്ഡ് സാരി വിത്ത് ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസാണിത്. പക്ഷെ സാരിയൊക്കെ ഉടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരു ഷാൾ എൻ്റെ ദേഹത്ത് ഇട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, ബൈ നൗ.